നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതുണ്ടല്ലേ, പുതിയൊരു പത്തിരിച്ചട്ടി വാങ്ങിച്ചതാട്ടോ. ഞാൻ കുറേ വാങ്ങിച്ചു വെച്ചിട്ട് പക്ഷേ ഇതുവരെ മയക്കി എടുത്തിരുന്നില്ല. ഇപ്പോൾ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഈ പത്തിരിച്ചട്ടി ഒന്ന് മയക്കി എടുക്കുകയാണെങ്കിൽ പത്തിരി നമുക്ക് ഈ ചട്ടിയിൽ ചുട്ടെടുക്കാം. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് നമ്മുടെ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചട്ടി വാങ്ങിച്ചത് തന്നെ. അപ്പോൾ ഇത് ഓട്ടട ഉണ്ടാക്കുന്നതിന് മുൻപ് ചെറുതായിട്ടൊന്ന് മയക്കി എടുക്കണം. എന്നാലേ ഉള്ളൂ ഈ ചട്ടിയുടെ ലൈഫ് കൂടുതൽ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവരും കേട്ടോ, പൊട്ടിപ്പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ പത്തിരിച്ചട്ടി മയക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഒരു ഓട്ടടയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പത്തിരിച്ചട്ടി മയക്കി എടുക്കാം. ഇവിടെ ഞാൻ ബേസിനിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പത്തിരിച്ചട്ടി നമുക്ക് ഈ വെള്ളത്തിൽ മുക്കി വെക്കണം. ഈ വെള്ളത്തിൽ കുറഞ്ഞതൊരു 6-7 മണിക്കൂറൊക്കെ മുക്കി വെക്കണം കേട്ടോ. നമുക്ക് വൈകുന്നേരം ഇത് മുക്കി വെക്കുകയാണെങ്കിൽ രാവിലെ എടുത്തിട്ട് കഞ്ഞി വേവുന്ന സമയത്ത് ആ കഞ്ഞിവെള്ളം എടുത്തിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ 3-4 പ്രാവശ്യം ഈ പത്തിരിച്ചട്ടി തിളപ്പിച്ചെടുക്കുക കൂടെ വേണം. ഇപ്പോൾ നോമ്പിൻ്റെയൊക്കെ സമയമല്ലേ, അപ്പോൾ നമ്മൾ രാവിലെ ഈ പത്തിരിച്ചട്ടി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ അത്താഴത്തിന് വേണ്ടിയിട്ട് ചോറുണ്ടാക്കുമല്ലോ. അപ്പോൾ ആ ചോറുണ്ടാക്കുന്ന ഇതിൻ്റെ കഞ്ഞിവെള്ളം ഈ ചട്ടിയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ 8 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പത്തിരിച്ചട്ടി കേട്ടോ ഇത്. ഇനി ഈ പത്തിരിച്ചട്ടിയിലോട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാൻ വേണ്ടേ. ഇത് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ തന്നെയാണ് മയക്കിയെടുക്കുന്നത്. കാരണം എനിക്ക് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ യൂസ് ചെയ്യുന്നത് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ മയക്കിയെടുക്കുന്നത്. ഇനി അടുപ്പിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അടുപ്പിൽ മയക്കിയെടുക്കാൻ മതി. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ മയക്കിയെടുക്കുമ്പോൾ ഏറ്റവും നല്ലത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ്. ഇനി പണ്ട് കാലത്ത് ഉപയോഗിച്ച പോലെ ഉമി ഒക്കെ കത്തിച്ചിട്ടൊക്കെ മയക്കിയെടുക്കാം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഉമിയൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഞാനിത് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ മയക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിക്കാം. ഇവിടെ ഞാൻ അത്താഴത്തിന് വേണ്ടിയിട്ട് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചോറിൽ നിന്ന് നല്ല ചൂടുള്ള വെള്ളം എടുക്കാം. എൻ്റെ ചോറുണ്ടാക്കുന്ന മൺകലം പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ പീരീഡൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുതിയ മൺകലൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാനൊരു അലുമിനിയം കലത്തിലാണ് ഇപ്പോൾ ചോറുണ്ടാക്കുന്നത്. ഇനി ലോക്ക്ഡൗണൊക്കെ തീർന്നിട്ട് വേണം നല്ലൊരു മൺകലം വാങ്ങാൻ. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിന്ന്. ഇനി ഈ കഞ്ഞിവെള്ളം വേണം നമുക്ക് പത്തിരിച്ചട്ടിയിലോട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ കഞ്ഞിവെള്ളം തിളച്ച് വരട്ടെ. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വെച്ചു. ഇതുപോലെ നാളെയും വെക്കണം, മറ്റന്നാളും വെക്കണം. തിളച്ചതിന് ശേഷം ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ ഇതിൽ വെക്കണം കേട്ടോ. കഞ്ഞിവെള്ളം നല്ല കട്ടിയാവുമല്ലോ നാളെ ആകുമ്പോഴേക്കും. ഇനി അടുത്ത കഞ്ഞിവെള്ളം റെഡി ആവുന്ന സമയത്ത് ആ കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് നന്നായി ചട്ടി കഴുകിയെടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും മിനിമം ചെയ്ത് വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ചട്ടി നന്നായിട്ട് തന്നെ മയങ്ങി വരും. ഇനി ഈ കഞ്ഞിവെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഓൾറെഡി നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടുത്ത കഞ്ഞിവെള്ളം എപ്പോഴാണ് ഉണ്ടാകുന്നത് ആ സമയത്ത് കളഞ്ഞിട്ട് പുതിയ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കാൻ വേണ്ടത്. അങ്ങനെ 3-4 പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് മയങ്ങി വരും. ഇപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ തിളച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. ഇത് പിറ്റേ ദിവസത്തെ നമ്മുടെ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. വീണ്ടും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ചട്ടി കേട്ടോ ഇത്. ഇനി ഇതിലോട്ട് ഞാൻ വീണ്ടും കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. നല്ല തിളച്ച കഞ്ഞിവെള്ളം തന്നെ കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് വരുമല്ലോ. ഇനി ഇത് തിളപ്പിച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഇതേപോലെ നമുക്കൊരു 3-4 ദിവസമെങ്കിലും മിനിമം ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ ചട്ടി നന്നായിട്ട് തന്നെ മയങ്ങി വന്നിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പത്തിരി ചുട്ടെടുക്കാം, ഓട്ടട ഉണ്ടാക്കാം. പത്തിരിച്ചട്ടി ആയതുകൊണ്ട് ഇതിലോട്ട് എണ്ണയൊന്നും തടവാൻ പാടില്ല കേട്ടോ. വെള്ളപ്പച്ചട്ടിയാണ് മയക്കിയെടുക്കുന്നതെങ്കിൽ എണ്ണയിൽ ഇട്ട് വെക്കണം. പക്ഷേ പത്തിരിച്ചട്ടിക്ക് അങ്ങനെ ആവശ്യമില്ല. ഇനി നമ്മുടെ വെള്ളം തിളച്ച് വരട്ടെ. ഈ പത്തിരിച്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓട്ടടയാണിത്. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഓട്ടടയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്, ഇൻസ്റ്റൻറ്റ് ഓട്ടട. ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യുന്നത് പൊട്ടാറ്റോ കറിയാണ്. ബീഫ് കറിയുടെ സ്മെല്ലും ടേസ്റ്റൊക്കെ വരുന്ന ഒരു പൊട്ടാറ്റോ കറിയാണ് കേട്ടോ ഇത്. ഈ ഓട്ടടയും അതുപോലെ തന്നെ ഈ പൊട്ടാറ്റോ കറിയും നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ബീഫ് കറിയുടെ ടേസ്റ്റ് പൊട്ടാറ്റോ കറി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഈ പ്രഷർ കുക്കറിൽ കുറച്ച് ഗ്രേവി ഉണ്ട്.
ഇന്നലെ ഞങ്ങൾക്ക് ബീഫ് ഫ്രൈ ആയിരുന്നു. അത് കുറച്ച് തിക്കായിട്ടുള്ള ബീഫ് മസാല, ബീഫ് വരട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗ്രേവി ഈ കുക്കറിലുണ്ട്. ഈ കുക്കറിലായിട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കുക്കറിൽ നമ്മൾ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബീഫിൻ്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ചെറുതായിട്ട് ടേസ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഏകദേശം 1-2 ടേബിൾ സ്പൂൺ ഗ്രേവി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ പ്രഷർ കുക്കറിലാണ് ഞാൻ പൊട്ടാറ്റോ കറി ഉണ്ടാക്കുന്നത്. സാധാരണ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്ന കാലത്ത് മൺകലത്തിലാണല്ലോ ബീഫൊക്കെ വയ്ക്കുക. ഇപ്പോഴും മൺകലത്തിൽ വെക്കുന്നവരുണ്ട്. അപ്പോൾ ആ മൺകലത്തിൽ ഇങ്ങനെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ, പൊട്ടാറ്റോ കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് ശരിക്കും ബീഫ് കറിയുടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ പൊട്ടാറ്റോ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ 1 സവാള എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഞാൻ ഈ പ്രഷർ കുക്കറിലോട്ട് ഇടുകയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറി പൊട്ടാറ്റോ കറി. ഇങ്ങനെ നമ്മുടെ നാടൻ രീതിയിലായിട്ട് ഈ പൊട്ടാറ്റോ കറി ഉണ്ടാക്കുന്ന ഇത് പ്രഷർ കുക്കറിലോട്ട് ഇട്ടു. ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസ് പൗഡേഴ്സ് ചേർക്കാം. നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. 1 ടീസ്പൂൺ വരെ ചേർക്കട്ടെ, ഇത് നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണേ ചേർക്കുന്നത്. നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇതിലോട്ട് ഞാൻ ഗരം മസാല പൗഡർ ചേർക്കുന്നില്ല. ഇനി വേണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നു. ഈ പച്ചവെള്ളം ആണെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഓൾറെഡി ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളം ആക്കി വെച്ചതുകൊണ്ട് ആ വെള്ളം എടുക്കുകയാണ് ഞാൻ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. 1-2 വിസിൽ. പൊട്ടാറ്റോ വെന്ത് വരണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓട്ടടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കാം. ഇത് ഇൻസ്റ്റൻറ്റ് ഓട്ടട കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് റൈസൊക്കെ സോക്ക് ചെയ്തിട്ട് ഓട്ടട ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ടാട്ടോ ഇത് എടുക്കുന്നത്. ഞാൻ തേങ്ങാപ്പാലിന് വരെ തേങ്ങ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ എടുക്കണം. ഇതിന് പകരമായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാലും മതി. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി അതിലോട്ട് ബേക്കിംഗ് സോഡ ചേർക്കാണ്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. നമുക്ക് ഇതിലോട്ട് 1 മുട്ട കൂടെ ചേർക്കണം കേട്ടോ. ഒരു മുട്ട ഞാൻ ഇതിലോട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഇപ്പോഴും 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ആവശ്യാനുസരണം നമുക്ക് പിന്നീട് ഒഴിച്ചിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമുക്ക് മിക്സിയുടെ ജാർ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഞാൻ ഇതിലോട്ട് ഒരു 1/4 കപ്പ് കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഓട്ടടയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് തിക്നെസ്സോട് കൂടിയുള്ള ബാറ്റർ ആവണം കേട്ടോ ഓട്ടടയ്ക്ക് വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ പരുവം. നല്ല ഇഡ്ഡലി മാവിൻ്റെയൊക്കെ പരുവം വേണം. ഇതിൽ തേങ്ങ ഡയറക്റ്റ് അരച്ചതുകൊണ്ട് തേങ്ങയുടെ ഒരു ബ്ലാക്ക് കളർ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതിന് പകരമായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. നമ്മൾ മയക്കിയെടുത്ത നമ്മുടെ പത്തിരി ചട്ടിയാണിത്. ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ട് ഓൺ ചെയ്ത് വെക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയാണ്. ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ ഉണ്ടാവും കേട്ടോ ഇത്. ഇതിലോട്ട് ഞാൻ 3 ചെറിയുള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. തേങ്ങയുടെ ലെവലിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിത് അടച്ചു വെച്ചിട്ട് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പത്തിരിച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 തവി ബാറ്റർ ഒഴിക്കാം. ഞാനിവിടെ ചെറിയ തവിയായിട്ട് എടുത്തിട്ടുള്ളത്. 3 ചെറിയ തവി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. അടച്ചു വെച്ചതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇനി ഇത് വെന്ത് വരട്ടെ. ഏകദേശം 2-3 മിനിറ്റ്. ഇതോരോ ചട്ടിയുടെയും നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലെയിമിന് അനുസരിച്ചിരിക്കും കേട്ടോ. ചിലപ്പോഴും 5 മിനിറ്റ് വരെ എടുക്കാറുണ്ട് ഓട്ടട കുക്കായി വരാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റൗവിലാവുമ്പോൾ. ഫ്രണ്ട്സ്, നമ്മുടെ ഓട്ടട എന്തായെന്ന് നോക്കാം. കണ്ടോ, നിറയെ ഹോൾസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാം. നമ്മുടെ ഒരു ഓട്ടട റെഡി ആയിട്ടുണ്ട്. നിറയെ ഹോൾസൊക്കെ ഉള്ള ഒരു
ഓട്ടട റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓട്ടട ഞാനൊരു കാസറോളിലോട്ട് മാറ്റി കേട്ടോ. ചൂട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇഫ്താറിൻ്റെ മുൻപ് തന്നെ ഓട്ടടയ്ക്ക് റെഡിയാക്കി എടുക്കണം. ഇനി ഇത് മെയിൻ ഡിഷായിട്ടാണോ സെർവ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂട് കുറയാതിരിക്കാൻ വേണ്ടി ഞാൻ കാസറോളിലാക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഈ പാനിൽ അടുത്ത ഓട്ടടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒഴിക്കാം. 2 3 തവി മാവ് ഒഴിക്കണം. നമുക്കിത് അടച്ചു വയ്ക്കാം. നമ്മുടെ അടുത്ത ഓട്ടടയും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ 2 തവി ബാറ്റർ കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാം. നിറയെ ഹോൾസുള്ള നമ്മുടെ അടുത്ത ഓട്ടടയും റെഡിയായി. ഇതുപോലെ നമുക്ക് മുഴുവൻ ഓട്ടടകളും ചുട്ടെടുക്കണം. അപ്പോൾ പുതുതായി മയക്കെടുത്തിട്ടുള്ള നമ്മുടെ പത്തിരിച്ചട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഓട്ടട ഉണ്ടാക്കിയല്ലോ. ഓട്ടട അടി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടില്ലേ. നമ്മുടെ പ്രഷർ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ള കറി തന്നെ കേട്ടോ. പൊട്ടാറ്റോ കുക്കായി വന്നിട്ടുണ്ട്. 2 വിസിലാണ് പോയിട്ടുള്ളത്. നല്ല ബീഫിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ബീഫിൽ ചേർത്ത മസാലകളും പിന്നെ ഏകദേശം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഈ കറി തന്നെ ചേർത്തിട്ടുണ്ട്. ഒരു ഡമ്മി ബീഫ് കറിയാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങയുടെ അരപ്പൊഴിക്കാം. നമ്മുടെ ഓട്ടട കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാം. ചട്ടിയുടെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ ഓട്ടട. ഇതുപോലെ നമുക്ക് ഇനി അടുത്ത ഓട്ടടക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒഴിക്കാം. നമ്മുടെ കറിയിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാൻ ഈ മിക്സി ഒന്ന് ചുഴറ്റി ഒഴിച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറി തിളച്ച് വരട്ടെ. ഇനി ഈ കറിയിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർക്കണേ. നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അങ്ങനെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലോട്ട് വേണ്ടിയിട്ട് ഇനി വറവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. വേണ്ടത് താളിപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ആയിട്ട് എടുക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി ഗോൾഡൻ ബ്രൗൺ നിറായി വരട്ടെ. നമ്മുടെ അവസാനത്തെ ഓട്ടടയായിട്ടത്. അങ്ങനെ ഓട്ടട മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വറവ് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റവിൽ നിന്ന് എടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലോട്ട് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡെലിഷ്യസ് ആയിട്ടുള്ള ബീഫ് കറിയുടെ സ്റ്റൈലിലുള്ള പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ബീഫ് കറി ഉണ്ടാക്കിയ പാത്രത്തിൽ ഉണ്ടാക്കിയതാണ്. ഒരു ബീഫ് കറിയുടെ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഇതിന്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ഓട്ടട പാനിൻ്റെ ആഫ്റ്റർ കെയർ കൂടെ ഒന്ന് നോക്കണം. ഇതിൽ അധികം പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിടിച്ചതുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കളയാം കേട്ടോ. ഈ ചട്ടകം കൊണ്ട് കളഞ്ഞാൽ മതി. നനഞ്ഞിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഇനി ഇതിനെ ഞാനൊരു സോഫ്റ്റ് സ്ക്രബ് ഉപയോഗിച്ചിട്ട് കുറച്ച് ഡിഷ് വാഷൊക്കെ ചേർത്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ചട്ടി കമിഴ്ത്തി വെക്കണം. വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് നമ്മുടെ സ്റ്റോറേജ് ഏരിയയിലേക്ക് മാറ്റാം. നമ്മൾ ചട്ടി നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിരുന്നിട്ട് ഒന്ന് വെള്ളം പോകട്ടെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഓട്ടടയും അതുപോലെ തന്നെ ബീഫ് കറിയുടെ ടേസ്റ്റുള്ള പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓട്ടട നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് കണ്ടില്ലേ, നിറയെ ഹോൾസ് ഉണ്ട്. ഇത് ഞാൻ ആദ്യം ചുട്ട ഓട്ടടയാണ്. അതിന് ശേഷം ചുട്ടതാണ് ഓരോന്നും. നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. പേര് പോലെ തന്നെ ഓട്ടട, നിറയെ ഓട്ടകളാണ്, നിറയെ ഹോൾസാണ് ഇതിൽ. ഓട്ടട അല്ലെങ്കിൽ മുട്ടയപ്പം എന്ന് പറയും. ഇതിനെ നമ്മൾ ഇതിലോട്ടൊരു മുട്ട കൂടെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിനെ മുട്ടയപ്പം എന്നും പറയും. എക്സ്ട്രാ സോഫ്റ്റാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സെർവ് ചെയ്യുന്നത് ബീഫ് കറിയുടെ ടേസ്റ്റുള്ള പൊട്ടാറ്റോ കറിയാണ്. പെട്ടെന്ന് അങ്ങനെ കണ്ടാൽ നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല അടിപൊളി കറിയാണ്. ടേസ്റ്റും തന്നെ.
പിന്നെ ഫ്രണ്ട്സ് ഈ ഓട്ടടയ്ക്ക് കുറച്ച് ഡാർക്ക് കളർ കേട്ടോ, കാരണം ഇതിൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ അടിഭാഗത്തെ കളർ ഇതിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ മുട്ടയും ചേർത്തിട്ടുണ്ട്. ഇനി തേങ്ങയും മുട്ടയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഓട്ടട നല്ല പ്യുവർ വൈറ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും ഒരു ദിവസം ഞാൻ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഓട്ടടയുടെ റെസിപ്പിയുടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പത്തിരിച്ചട്ടി കിട്ടുകയാണെങ്കിൽ ഒരു പത്തിരിച്ചട്ടിയൊക്കെ വാങ്ങിക്കാം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഈ ഓട്ടട. ഇനി ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നോമ്പ് തുറക്കുന്ന സമയത്ത് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഈ ഓട്ടട. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും വ്ളോഗ്സും വീഡിയോസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.